നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. തെക്കൻ കേരളത്തിലെ സദ്യകളിൽ ഏറ്റവും പ്രധാന ഒരു വിഭവമാണ് ബോളിയും പായസവും. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്കിന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ കടലപ്പരിപ്പ്, സേമിയ, പഞ്ചസാര പൊടിച്ചു വച്ചിരിക്കുന്നതാണ് ഇത്, മൈദ, പിന്നെ അരിപ്പൊടി അത് പരത്താൻ വേണ്ടിയ, മഞ്ഞൾ പൊടി, ഉപ്പ്, നെയ്യ്, ചൗവരി, പഞ്ചസാര, ഏലക്ക, ഉണക്കമുന്തിരി, കാഷ്യൂ, പാല്, വെള്ളം, ഇത്രയും സാധനങ്ങൾ. നമുക്ക് ആദ്യം കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാവേ. ഞാൻ 250 ഗ്രാം കടലപ്പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെക്കുക. ആദ്യം നമുക്കത് വേവിക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നീരാണ് ഞാൻ എടുക്കുന്നത് ഇതിനകത്തിൽ. നമുക്കിത് അടച്ചു വയ്ക്കാം. ഗ്യാസ് ഒന്ന് കത്തിച്ച് കുതിർന്ന പരിപ്പാണെങ്കിൽ ഒരു 3-4 വിസിൽ മതി, അല്ലെങ്കിൽ ഒരു 5-6 വിസിൽ കേൾക്കേണ്ടി വരും. നമ്മുടെ ബോളിക്കുള്ള മാവ് കുഴച്ച് കണ്ടോ, ഇതിൻ്റെ പരുവ് ഇതാണേ. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചൊന്ന് മാവ് ഉണങ്ങാതെ ഒരു 10 മിനിറ്റ് വയ്ക്കാവേ. അപ്പോഴത്തേക്ക് നമുക്ക് പായസവും കൂടെ റെഡിയാക്കണം. നമ്മുടെ കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മാവും കൂടെ കുഴച്ചെടുക്കാവേ. ഒരു ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ, അതിൻ്റെയും പകുതി. അല്പം ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഇത്തിരിയും കൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയേ. ആദ്യമേ വെള്ളം ഒഴിച്ച് കൂടി പോവരുത്, നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ എടുത്തതാണ് കേട്ടോ. നമ്മൾ പാല് വാങ്ങിക്കുമ്പം അതിൻ്റെ കാച്ചി വെച്ച് അതിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് ഒന്നിച്ചത് അടിച്ചെടുത്ത് ഉരുക്കിയെടുത്ത നല്ല നാടൻ നെയ്യാണ്, തനി നാടൻ നെയ്യ്, വീട്ടിലെടുത്ത നാടൻ നെയ്യ് കണ്ടോ. ഇനി നമുക്കത് അടച്ച് വയ്ക്കാവേ. അപ്പോഴേ നമ്മൾ സമയം ഒട്ടും പാഴാക്കാതെ നമ്മൾ സേമിയയും കൂടെ റെഡിയാക്കാൻ പോവുകയാണേ. അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു ചൂടായി. നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുന്തിരിയും കാഷ്യൂ ഒക്കെ വറുത്തെടുത്തതിന് ശേഷം സേമിയയും കൂടെ വറുത്തെടുക്കാം. നമ്മുടെ ഉണക്കമുന്തിരി ഞാനിത് കഴുകി വെച്ചിരിക്കുന്നതാണേ, അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാവേ. ഞാനിത് നമ്മുടെ ക്യാമറാമാൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നീക്കിയതാണ് കേട്ടോ. വറക്കാവേ. നമ്മൾ കാഷ്യൂം ഉണക്കമുന്തിരിയൊക്കെ വറുത്ത ആ നെയ്ക്കകത്തിൽ തന്നെ നമുക്ക് സേമിയയും കൂടെ വറുത്തെടുക്കാം. ഞാനൊരു 150 ഗ്രാം സേമിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിന് 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് നമുക്കിത് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കടലപ്പരിപ്പിൻ്റെ വിസിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സേമിയ ഫ്രൈ ആയിട്ടുണ്ടേ. നമുക്കിതിലേക്ക് ഇനിയും പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. അതിനകത്തിലോട്ട് കുറച്ച് ചൗവരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ ചൗവരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആയ സേമിയയിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ.
ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ച് കഴിക്കാം. ചവ്വരിയും കൂടി ഇടാവേ, കഴുകി വെച്ചിരിക്കുന്നതാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പഞ്ചസാരയും കൂടി ഇതിനകത്തിൽ ഇടണം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ചീനിച്ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ ചവ്വരിയും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് പാത്രത്തിൻ്റെ ചുവട്ടിലൊക്കെ പിടിക്കും. നമ്മുടെ സേമിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പാലും കൂടി ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. പാല് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നല്ല കുറുകി വേണമെങ്കിൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇരുന്നങ്ങ് കുറുകും. അതുകൊണ്ട് ഇത്തിരി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. സേമിയയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കേ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാവേ. ഒരു 4-5 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാല് ഒഴിച്ചതൊന്ന് ചൂടായി വരണം. തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാവണം. ആ ഏലക്കയുടെയും ആ നെയ്യുടെ, നാടൻ നെയ്യുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണം. നമ്മുടെ പായസം റെഡിയായേ. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടേ. ഇനി ഇത് വേണമെങ്കിൽ മിക്സിയിൽ നമുക്കൊന്ന് കറക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടി നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടേ. അത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തിലേക്ക് ഇട്ടുന്ന പഞ്ചസാരയും കൂടെ ഇട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കണേ. ഇതിൻ്റെ ഉരുളം പരുവമാകണം. നല്ലപോലെ വെന്തുകൊണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചില്ല കേട്ടോ. നമുക്ക് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടേ. അതും കൂടെ ഇതിനകത്തിലോട്ട് കുറച്ചിട്ട് കൊടുക്കണേ. സേമിയയ്ക്ക് മധുരം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനും കൂടെ നോക്കി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ആ പരുവാണ്. നമ്മുടെ പരിപ്പൊക്കെ നല്ല വരട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഉരുളയും കൂടെ പിടിക്കണം. നല്ലപോലെ ഒന്ന് തണുത്തോട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ നല്ല സെറ്റായിട്ടുണ്ടേ. ചെറിയ ചൂടുണ്ട്. തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ചെറിയ ചൂടോടെ നമുക്ക് ഉരുള പിടിക്കാവേ. പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യൊന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാവേ. മുമ്പേ നമ്മൾ മുന്തിരിയും കാഷ്യും ഒക്കെ വറുത്ത എണ്ണയ്ക്കകത്തിലോട്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചെറിയ ഉരുളകളായിട്ട് പിടിക്കണം കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ പൊറോട്ടയൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുമല്ലേ, കണ്ടോ. അതുപോലെ ചെറിയ ഉരുളകളാക്കണം. ഇപ്പോഴേ നമ്മുടെ മാവൊക്കെ നമ്മൾ ബോൾ പിടിച്ച് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് വെന്തതില്ലേ, ആ മാവ് തണുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കാവേ. വേണ്ടത് കണ്ടോ, ഒരു മീഡിയം ലഡുവിൻ്റെ വലിപ്പം കേട്ടോ. നമുക്കിനി ഓരോ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് പരത്തി, ഇനിയിപ്പം നമ്മൾ ഈ കടലമാവിൻ്റെ ഈ ഉരുളയുണ്ടല്ലോ ഇതിനകത്തിലെടുത്ത് വെച്ച് നമ്മൾ പരത്തിയെടുക്കണം. മാവ് നല്ല മയമായിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായി. നമുക്കിതിലേക്ക് ഓരോ ഉരുളകൾ എടുത്ത് വെച്ച് നന്നായിട്ട് പരത്താം.
ഈ ബാലൻസ് വന്ന മാവ് നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ, അതിനതിൽ മുക്കി നന്നായിട്ട് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്താം കേട്ടോ. ലാസ്റ്റിൽ നമുക്കൊന്ന് കനം കുറയ്ക്കാൻ വേണ്ടി, ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടി ചപ്പാത്തി കല്ലിലിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. കണ്ടോ? നമ്മളിനിയും ചൂടായ ദോശക്കല്ലിലേക്ക് ഇത് പരത്തിയെടുത്ത മാവിട്ട് കൊടുക്കാവേ. നമ്മുടെ ബോളി കണ്ടോ? ഇവിടെ ബോളി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാവേ. ഉണ്ടോ? ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് പരട്ടി കൊടുക്കണം. ഉണ്ടോ? നല്ല ചപ്പാത്തി പൊങ്ങുന്ന പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ആവി കയറി. അതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്കിങ്ങനെ പരത്തി ചുട്ടെടുക്കാവേ. ഒരു 250 ഗ്രാം കടലപ്പരിപ്പ് വേവിച്ചതും പിന്നെ 250 ഗ്രാം മൈദയും കൊണ്ട് നമുക്കൊരു 9-10 ബോളി ഉണ്ടാക്കാം കേട്ടോ. അതിലും ചെറുതാക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാം, ഒരു 10-13 വരെ ഉണ്ടാക്കാം. കണ്ടല്ലോ, നമ്മുടെ പായസവും നമ്മുടെ ബോളിയും റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ബോളിയിലോട്ട് സേമിയ പായസം ഒഴിക്കാവേ. എൻ്റെ ഇച്ചായൻ എത്തിയിട്ടുണ്ടേ, നമുക്കൊന്ന് കൊടുക്കാം. എന്നിട്ട് കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് ഉള്ള റിവ്യൂ കേൾക്കാം. നോക്കാമേ. പായസമൊക്കെ കൂട്ടി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുണ്ടോ, നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഈ ബോളി. നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇനി നമുക്കിത് നോക്കാം. ഇത് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് പറയാമേ. നല്ല അടിപൊളിയായിരുന്നു. പായസത്തിന് നല്ല മധുരം, ബോളിയും ശരാശരി മധുരമുണ്ട്. പിന്നെ നെയ്യുടെയും ഈ വറുത്ത കാഷ്യൂവിൻ്റെയും ഉണക്കമുന്തിരിയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും. നല്ല മാച്ചിങ്, നല്ല അടിപൊളി. ഞാൻ പണ്ട് പല വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാൻ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അവിടുന്ന് സദ്യയുടെ കൂടെ കഴിച്ചിട്ടുള്ളതിലും നല്ല ടേസ്റ്റിയായിട്ടും നല്ല രുചികരമായിട്ടും തോന്നുന്നു. അത് തന്നെ നന്നായിരിക്കും. വെരി ഗുഡ്, നന്നായി. അപ്പോഴേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീട്ടിലുള്ള എല്ലാവരും കഴിക്കണം. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ്. പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.